സിപിഎമ്മിൽ നിന്ന് മുൻ MLA, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തോട് അയാൾ എവിടെയാലും പോയി കിടന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലുമില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭവം പോലുമില്ല. അതൊക്കെ അന്ന് ക്ലോസ് ചെയ്ത കാര്യമാണ്. അയാള് BJP പോവോ ചെറുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ വർഷം പാർട്ടി സെക്രട്ടറി ജില്ലയിലെത്തിയപ്പോൾ രാജേന്ദ്രനെ തിരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആര്? ഗോവിന്ദ മാഷ്. അതെനിക്കറിയത്തില്ല. അത് എന്റെ ശ്രദ്ധ വന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. ഞങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല. ഇന്നത്തെ മുന്നണി മണ ഗുണം എന്നോട് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു മാറ്റം അതൊന്നും ഇവിടെ വലിയ വിഷയമല്ല. അയാൾ കാലങ്ങളെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നടപടി എടുത്ത് പണ്ടേ കളഞ്ഞതാണ്. അയാൾ പാർട്ടിയായി ഒരു ബന്ധവുമില്ല. അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് എന്നാ പിന്നെ അയാളെ ആശ്രയിച്ചല്ല അവിടെ ഞങ്ങൾ ജയിക്കുന്നത്. എന്നാലും 3 തവണ MLA ആക്കി, CPM-ന്റെ MLA ആയി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി. ഇങ്ങനെ സ്ഥാനമൊക്കെ വഹിച്ച ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ അത് പാർട്ടിക്കതും പാർട്ടിക്കരവും തോന്നില്ല. എന്ത് നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റി ശരിക്കും MM മണി അങ്ങനെ രാജിവെച്ച പോലെ ഈ പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങനെ സംഘടന. MM മണി ഈ ജില്ലയിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രവർത്തകനാണല്ലോ. ഞാൻ MLA ആണ്. ഞാൻ രാജിവെച്ച് അങ്ങ് പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒന്നും വരില്ല. പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമാകും. ഇത്രയൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടും പുള്ളി കാണിച്ച മോശം. അത് അയാളോട് ചെന്ന് ചോദിച്ചു. അതിന്റെ പേര് പിറപ്പ് പണിയുന്നു. തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് CPM ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു എന്നുള്ളൊരു. ഭയങ്കര ദ്രോഹിച്ചല്ലോ. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, MLA ആക്കി. എത്ര പ്രാവശ്യം MLA ആക്കി? ഭയങ്കര ദ്രോഹമാണ് ചെയ്തത്. ജീവിതകാലം മുഴുവൻ അയക്കും പെൻഷൻ. അയാൾ ചത്ത് കഴിഞ്ഞാൽ പൊണ്ടാറ്റിയുണ്ട്, അവർക്കും പെൻഷൻ. ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ച് നന്നായി തിന്നിട്ട് അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. NSS-ഉം SNDP-യും തമ്മിൽ സഖ്യമാണ്. അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള VD സതീശനെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് സുകുമാരൻ നായരും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയും നടത്തിയിരിക്കുന്നത്. അത് VD സതീശനെ ഇപ്പോഴോട് അങ്ങനെ അവര് പറയാൻ കാരണം എന്താന്ന് അവരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. ഞാനിപ്പോ എന്താ പറയാനാ? അവരുടെ മനസ്സാക്ഷി അവരുടെ മനസ്സ് എന്റെ മനസ്സിലില്ലല്ലോ. അവർ വേറെ വ്യക്തികൾ, രണ്ടുപേരും പ്രമുഖർ. VD സതീശനോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ തള്ളിപ്പറയുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അവരോട് പോയി ചോദ്യം. അതുപോലെ തന്നെ VD സതീശനോട് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. എന്നോട് ചോദിച്ചു ഞാനെന്താ എന്നാ പറയാ? NSS-ഉം SNDP-യും ഐക്യപ്പെട്ടതോ ഐക്യമല്ലാതെയാണോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്വതന്ത്രമായ നയങ്ങൾ വ്യക്തമാക്കും. അപ്പൊ NSS നിൽക്കുന്നവരും SNDP നിൽക്കുന്നവരും എല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും അത് ഞങ്ങളുടെ കൂടെ നിൽക്കും. ആ നിർത്തിക്കൊണ്ട് പോകാനുള്ള പണിയെല്ലാം ഞങ്ങൾ ചെയ്യും. ഈ രണ്ട് സംഘടനകൾ LDF-ന് അനുകൂലമായ നിലപാടാണല്ലോ പറയുന്നത്. അതിപ്പോ അവരോട് പോയി ചോദിക്കും എന്തുകൊണ്ടാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാം. അസല ഈ രാജേന്ദ്രൻ പോയ കാര്യത്തില് കോൺഗ്രസ്സുകാര് ഏത് സമയത്തും BJP-ക്കാരാകാം എന്നുള്ളത് ഒരു CPM-ന്റെ ഒരു വിമർശനമാണ്. CPM-ൽ നിന്നിങ്ങനെ CPM-ന് നിങ്ങൾക്കും ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചത്. വർഷങ്ങളായാലും ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ അയാളെ പറ്റി ഞങ്ങൾക്ക് എന്നാ? കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തോട് പോയി ചോദിച്ചു. ജില്ലാ സെക്രട്ടറിയോട് തന്നെ ചോദിച്ചു. രാജേന്ദ്രനൊന്നും ഒരു പ്രശ്നവുമില്ല. MM മണി പോയാൽ പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കുന്തവും വരില്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഇടുക്കി ജില്ലയിലെ പാർട്ടിക്ക് എന്നാ പറ്റുന്ന എല്ലാ സംഭാവനയും ചെയ്താൽ നിങ്ങൾക്കും അറിയാം. ഞാൻ നാളെ പാർട്ടി വിട്ടുപോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിന് ഒരു കുന്തവും വരില്ല. പിന്നെ അതിന് മുകളിലൊന്നുമല്ല രാജേന്ദ്രനൊന്നും. ഈ രാജേന്ദ്രൻ ഉന്നയിക്കുന്ന പരാതിയിൽ വലിയ കുഴപ്പമുണ്ടോ? അയാളോട് പോയി ചോദിക്കുന്നു. അയാളെല്ലാം പരാതി നടത്തിയില്ല.